സഹോദരരെ, ചടയമംഗലം പള്ളിമുക്ക് ഇന്ത്യൻ ചൊറിയൻ ലീഗ് അല്ലെ, പള്ളിമുക്ക് ചൊറിയൻ ലീഗിന്റെ ഭാഗമായി നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോത്ത്11 പള്ളിമുക്കും അതുപോലെ ചില്ലറ വാരീസും തമ്മിലുള്ള മത്സരമാണ്. പ്രശസ്തരായ മുൻ കളിക്കാരെല്ലാം അവിടെ ചേർന്നിട്ടുണ്ട്. ആദ്യമായി നമുക്ക് കിച്ചുവിലേക്ക് പോകാം. കിച്ചു, എന്താണ് ഈ കളിയെ പറ്റിയുള്ള അഭിപ്രായം? ഒന്നും പറയാനില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത സിയാസ് സാഹിബ്, എന്താണ് സിയാസ് സാഹിബിനെ പറ്റി പറയാനുള്ളത്? വളരെ നല്ലൊരു കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ മഴയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ കളി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പം അടുത്തതായി ഇപ്പം നിയാസ് ബൗളിയൊക്കെയാണ്. നവാസ് അലബാറ്റിയത് ഇത് എന്ന് പറയുമ്പോൾ അവർ അടിക്കുന്ന കണ്ടാൽ അവരുടെ ആരോ സമ്പാദിച്ച കണക്കാണ് പള്ളിയുടെ ഭിത്തിയിലൊക്കെ അടിച്ചു വിടുന്നത്. ഇപ്പോൾ ഇദ്ദേഹമാണ് ബാറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്, പോത്ത്11ന്റെ ക്യാപ്റ്റൻ. അദ്ദേഹവും ഇപ്പം നാട്ടുകാർക്ക് വസ്തു എടുക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. കാരണം പോത്ത്11ന്റെ ക്യാപ്റ്റൻ ആവണമെങ്കിൽ നാട്ടുകാരുടെ ഏതെങ്കിലും വസ്തു എടുത്തിരിക്കണം. ഓക്കെ, അദ്ദേഹത്തിന്റെ പാനിന്റെ രക്ഷിച്ച കണ്ടിട്ട് അദ്ദേഹത്തിന്റെ അടിവസ്ത്രം നാട്ടുകാരുടെ എന്നാണ് തോന്നുന്നത്. പിൻഷാദ്, ഇദ്ദേഹം പോത്ത്11 നല്ലൊരു കളിക്കാരനാണ്, വളരെ നല്ലൊരു കളിക്കാരനാണ്. ഇദ്ദേഹം ഇതൊന്നും അറിയുന്നില്ല. അദ്ദേഹം അദ്ദേഹം എല്ലും കൂടിയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. പോത്ത്11ന്റെ ക്യാപ്റ്റൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ട, ഇദ്ദേഹമാണ് പോത്ത്11ന്റെ ക്യാപ്റ്റൻ. അദ്ദേഹത്തിന്റെ കണ്ട, ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ അദ്ദേഹം നാട്ടുകാരുടെ അടിവസ്ത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ഈ ക്യാമറയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ശ്രീമാൻ ഷാനു, ആരിഫ് ഫസിൽ, ഇതിലേക്ക് നോക്കൂ. എന്താണ് ഈ കളിയെ പറ്റിയുള്ള അഭിപ്രായം? ഈ കളി എന്ന് പറയുമ്പോൾ ഒരു കളിയാണ്. ഇതാണ് ഈ ഫുട്ബോൾ കളി, ഒരു വലിയ കളിയാണ്. അടുത്തതായി നമ്മുടെ മികച്ച എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ പള്ളിമുക്കിലെ തന്നെ മികച്ച ഒരുപാട് പെൺകുട്ടികളുടെ ശ്രദ്ധാകേന്ദ്രവും അതുപോലെ തന്നെ സ്വഭാവം കൊണ്ടും സൽസ്വഭാവം കൊണ്ടും എന്തുകൊണ്ടും അനുഗ്രഹീതനായ ഒരു പയ്യനോട് നമ്മൾ ചേരുകയാണ്. ശ്രീമാൻ അസീം, എന്താണ് താങ്കൾ പറയാനുള്ളത്? എനിക്ക് ഈ കളി കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇതിനൊക്കെ വന്നൊരു കളി കാണാൻ പറ്റുമെന്ന്. പിന്നെ എനിക്ക് നിങ്ങൾ തന്ന അംഗീകാരത്തിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇത്തരത്തിലുള്ള കളികൾ തുടരണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മുടെ കളിയുടെ ആവേശം ചോരുന്നില്ല. കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. കളി കാണാൻ ഒരുപാട് ശ്രോതാക്കളുണ്ട്. എന്തോ ശബ്ദം കേൾക്കുന്നത് വാപ്പ എന്നെ കളിയിലേക്ക് വിളിക്കുന്നതാണോ എന്ന് സംശയമുണ്ട്. ബാൾ എറിയുന്നതിന് മുമ്പ് തന്നെ ബാറ്റ്മാൻ വീശുന്നു എന്നാണ് ഇവിടെ അറിയുന്നത്. ചുമ്മാ അറിഞ്ഞാൽ ഞാൻ അടിക്കില്ല. സോറി. പക്ഷേ കളി നടക്കുന്നതിന് സ്വഭാവ ശുദ്ധീകരണം അല്ലാത്തൊരു വ്യക്തി മൊബൈൽ ഉപയോഗിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഷിയാസ് ഉപയോഗിച്ചിരിക്കുന്നത് വെള്ള ജഷ്ടിയാണെന്നാണ് അറിയുന്നത്. ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. Tidak,